സരോജം വൈദ്യണ്ണ എന്താ ഈ വേഷത്തില്? നക്സൽ ബാരിയാവൻ പോയവൻ സന്യാസിയായി പോയി എന്ന് മാത്രം അറിഞ്ഞാ മതി. അക്കാ മുള്ളിയപ്പ തെറിച്ച ബന്ധവും ഉള്ളെങ്കിലും അക്കായെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇനി ഞാൻ അക്കാ വിട്ട് എങ്ങുമേ പോവില്ലേ. പറഞ്ഞാ കേൾക്കുന്നൊരു ചെമ്മരിയാടിനെ പോലെ ഞാൻ ഇവിടെ കഴിഞ്ഞോളാം. നിക്ക്, സ്വന്തം കാലി ജീവിച്ച് കാണിക്കാന്ന് വെല്ലുവിളിച്ച് ഒരിക്കൽ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ലേ? ഗതി മുട്ടുമ്പോ കയറി നടക്കാൻ ഇത് സത്രമൊന്നുമല്ല. ഇറങ്ങാൻ ഒരു തവണ കൂടി. ഇതിപ്പോ ഒരുപാട് തവണയായി. സരോജം, പുറത്താക്കി ഗേറ്റ് അടയ്ക്ക്. എന്നെ പുറത്താക്കൊന്നും വേണ്ട. ഇവിടുത്തെ ഗേറ്റ് അടച്ചാലും എന്റെ മുമ്പിൽ വേറെ പല ഗേറ്റുകളും മറക്ക തുറക്കും. നമുക്ക് കുറച്ച് വേണ്ടി കാണാട്ടാ. അതുകൊണ്ട് ഭൂമി കുലുക്കം ഉണ്ടായെന്ന് പറഞ്ഞാലും ഞാൻ എന്റെ സരോജത്തെ വിട്ട് എങ്ങും പോവില്ല. എനിക്ക് വിശ്വാസമില്ല. എന്നോട് ഇത്തിരിയെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ഒരു കത്തെങ്കിലും അയക്കില്ലായിരുന്നു. നീ എന്ത് മണ്ടത്തൊരു പറയണ? കത്തൊക്കെ എന്നാടി ഉണ്ടായത്? ഈ കത്ത് കണ്ടുപിടിക്കുന്നതിന് മുമ്പും മനുഷ്യർ പ്രയോഗിച്ചിരുന്നില്ലേ? യു ഗോട്ട് മീ? ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചോ? യെസ്, ഐ വിൽ ഡു. എനിക്കത് പഠിക്കേണ്ടി വന്നു. ടു ഐസ്ക്രീം ഗിവൻ ഗിവ്സ് ഗിവ്. ഓക്കെ. ഒരു ഇന്റർവ്യൂവിന് ശേഷം നമ്മുടെ പ്രണയം വീണ്ടും തുടങ്ങിയല്ലേ? നിന്റെ പിണക്കൊക്കെ ഒരു ഐസ്ക്രീം പോലെ ആയാലും ഞാൻ ഇല്ലാതാവട്ടെ. എന്തോ 10 രൂപ? 10 എന്ന് വെച്ചാൽ 10 എന്നല്ലേ അർത്ഥം? എന്റെ അമ്മേ, അങ്ങനെ അർത്ഥം? ഒരു ഐസ്ക്രീം. ഗോപൻ ഗോപൻ സമാധാനമായിട്ടൊന്ന് പ്രേമിക്കാനും സമ്മതിക്കില്ല. നമ്മളെ കണ്ടോ? ഇതെന്താണ് ഇവിടെ? പച്ചക്കറി വാങ്ങാൻ. പച്ചക്കറി മേടിക്കാൻ ഇവിടെയാ? അല്ല, ഐസ്ക്രീം. വായിക്കോളാ. ഇതാരാ അച്ഛനാ? പക്ഷെ ഇയാളെ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. എന്നെ കണ്ടുപരിചയമുണ്ടാവാൻ സാധ്യതയില്ല. എന്താ? താനിരിക്കുമ്പോ ഇത് 10 മനുഷ്യനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? അതില്ല, പക്ഷെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എന്താ ഇയാളുടെ പേര്? ഐസ്. ഐസാ? ഐസക്. ഐസ് പോട്ട് പറഞ്ഞ സ്നോസപ്പൻ മകൻ ഐസക്. ഇയാള് വീട്ടിലേക്കല്ലേ? കേറ്. വേണ്ട, ഗോപൻ കേറോ. കേറ് കേറ്. ഐസ്ക്രീം ഒക്കെ തന്നെ പീഡിപ്പിക്കുന്ന കാല. വേഗം കഴിക്കോ. ഇതെന്താ സാറേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വണ്ടിയും കൊണ്ട് വന്നവൻ പെണ്ണും കൊണ്ട് പോയി. തൽക്കാലം അത്ര മനസ്സിലാക്കുക. ഇവിടെ അടുത്ത അമ്പലക്കുളം ഉണ്ടാ? എന്തിനാ? ഒന്ന് സർവീസ് ചെയ്യാനാ. പൗഡർ കൂടുതലിട്ടേക്കാം. ഇരുട്ടത്തവൾ കാണാണ്ടിരിക്കണ്ട. ഇതെങ്ങോട്ടാ ഈ പാതിരാത്രിയിൽ കുളിച്ചൊരുങ്ങി പൊട്ടൊക്കെ തൊട്ട്? ഉറങ്ങാൻ പോകണം. ഉറങ്ങാൻ പോകണം. ചെറുപ്പം മുതൽ എന്റെ ശീലോ ഉറങ്ങാൻ കിടക്കുമ്പോ മേക്കപ്പ് ഇട്ട് കിടക്കുന്നത്. എന്തിന്? ഈ ഉറക്കത്തേക്ക് ഇടുന്ന് എന്തോരം മനുഷ്യന്മാരാണെന്ന് ചത്തുപോണത്. ഞാനും അങ്ങനെ ചത്തുപോയാല് എന്നെ കുളിപ്പിക്കാണ്ടും മേക്കപ്പ് ചെയ്യാണ്ടും പട്ടണേക്ക് എടുക്കാനല്ല, നാട്ടുകാർക്ക് സൗകര്യവുമല്ല. സൗകര്യവും. അങ്ങനെയാണെങ്കിൽ കുറച്ച് അരിയും പൂവും വായിലും ഇട്ടോ. പൂജാരിക്കും സൗകര്യമാവുമല്ലോ. ഞാനേ പൂജാരിനെ വിളിച്ചിട്ട് സരോജും മാഡം ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ പോയിരിക്കുക, ജാമ്യം എടുക്കാൻ. ഈ രാത്രിയിലോ? സ്ത്രീകളുടെ കേസാണെങ്കിൽ ഏത് രാത്രിയാണെങ്കിലും മാഡം പോയിരിക്കും. ശരി എന്നാ. അല്ല, എന്തെങ്കിലും പറയണോ? ഞാൻ പിന്നെ കണ്ടോളാം. ശരി. പുറത്തിറങ്ങിയോ? അപ്പൊ അനുസരണയുണ്ട് കൊള്ളി. ഇതെന്താണെന്ന് അറിയോ? ശർക്കര പെരട്ടിയും കിഴങ്ങോർത്തതും ഉണ്ടമ്പൊരിയും തിന്നു. ഇനി വേറൊരു സാധനം കൂടി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കഴുത്തൊന്നിങ്ങനെ നീട്ടിയേ. കെട്ടിക്കോളൂ. കെട്ടിക്കോളൂന്നേ. അപ്പൊ ഇതായിരുന്നു കോളനിയിലെ കള്ളൻ. സത്യമായിട്ട് ഞാൻ കള്ളനല്ല. സത്യസന്ധനും ആത്മാർത്ഥനും സ്നേഹനുമായൊരു പാവം. എന്ന് തുടങ്ങി ഈ മതില് ചാട്ടം? കുറച്ചാളായി. പക്ഷെ ഞങ്ങൾ കുട്ടി ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമില്ല. അതിന് ഞാനൊന്നും ഉദ്ദേശിച്ചില്ലല്ലോ. ആ താലിങ്ങി തന്നെ. എന്തിനും? അല്ല, പണത്തിനൊക്കെ എപ്പോഴും ആവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. സമയമാകുമ്പോ ഞാൻ തിരിച്ചു തരാം കേട്ടോ. അത് ഗോൾഡ്. എന്ത് മുക്കൊണ്ടുവന്നു?
അത് ശരി. അപ്പൊ ആ പാവത്തിനെ പറ്റിക്കാനും കൂടി ആയിരുന്നല്ലേ പ്ലാൻ? അയ്യോ ഒരിക്കലുമില്ല. അവളോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാ, താലി കെട്ടുകയാണെങ്കിൽ അത് മുക്കുമണ്ട കൊണ്ടായിരിക്കുമെന്ന്. കാരണം മുക്കുമണ്ട കേസ് ലാസ്റ്റിലായി ജയിലിൽ കിടന്ന് മരിച്ചൊരു അച്ഛന്റെ മകനാണ് ഞാൻ. മുക്കുമണ്ടയ്ക്ക് അച്ഛന് തുല്യ. ചുരുക്കി പറഞ്ഞ വൈദ്യനാഥൻ ഒരു ഡിഫറെന്റ് മാൻ ആണ്. അപ്പൊ എങ്ങനെ? എന്ത് പുറത്താരും പറയില്ല. പറഞ്ഞ? അയ്യോ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. തെങ്ങിക്കയറാൻ പറഞ്ഞ? അപ്പൊ കയറും. ഇറങ്ങാൻ പറഞ്ഞ? ഇറങ്ങും. എന്നാ വൈദ്യനാഥൻ ചെല്ല്. ഇതോടെ കൊണ്ടുവയ്ക്കോ. ഉണ്ണമ്പലും ചക്രവർത്തിയോ? എനിക്ക് വേണ്ട. എന്താ സർ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? സർ, മെറ്റ് ലൈഫിന്റെ ഒരു പോളിസി എടുക്കണം. താല്പര്യമില്ല. സർ, അത് പറഞ്ഞല്ലോ താല്പര്യമില്ലെന്ന്. ഹലോ, ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പോയാലോ? ഞാൻ വന്നത് മുക്കുമണ്ടത്തിനെ കാണാനല്ലേ. എന്തിന്? നമുക്ക് താലിയിട്ടണ്ടേ? ഞാനത് ഉപേക്ഷിച്ച്. എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? സ്നേഹിച്ച പെണ്ണിനെ പെരുവഴിയിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആ താക്കോലിങ്ങടുത്ത്. ഏതിന്റെ താക്കോലി? നെസ്റ്റിന്റെ. അതെന്തിനാണ്? അതെന്തിനാണെന്ന് ചോദിച്ചാ ഞാൻ അതങ്ങ് വിലക്ക് മേടിക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിനുമ്പ് വീടൊന്ന് കാണണല്ലോ. അതിന് സാറത് വിൽക്കുന്നില്ലല്ലോ. അത് വൈദ്യം തീരുമാനിച്ചാ മതിയോ? എന്നാ സാറിനോട് ചോദിച്ചാ പോരെ? പോരാ. ഓ ഈശ്വര, ഇത് വലിയ കുരിശായിരുന്നു. ഞാൻ തരില്ല. തരുന്നേ. തന്ന കൊലപാതകം നടക്കും. തന്നില്ലെങ്കിലും കൊലപാതകം നടക്കും. എന്താ വൈദ്യനാഥ? അളിയൻ വരാൻ പറഞ്ഞു. എന്നോടോ? അല്ല, എന്നെ അങ്കിൾ. ആ സരോജം വന്നൂലോ. എന്താ സരോജം? മാഡം വിളിക്കുന്നു. ഹൈ, എന്തിനപ്പൊ രണ്ടുപേരും വിളിക്കണേ? എന്താ കാര്യം? അല്ല, സ്വാമിനാഥനെ കുറിച്ച് എന്തോ അറിയാന്ന് പറഞ്ഞു. അതെങ്ങനെ അവിടെ അറിഞ്ഞു? എനിക്കിപ്പോ അത്യാവശ്യം ഒന്ന് പുറത്തു പോകേണ്ട കാര്യമുണ്ട്. എപ്പോഴാ കാണാൻ പറ്റുമെന്ന് രണ്ടുപേരും ഞാൻ അറിയിക്കാം. ഓ സരോജം, നീ ആ കണ്ണം നിറച്ചേ. പക്ഷേ ഇവിടെ വെച്ച് വേണ്ട, ആരെങ്കിലും കാണും. അയ്യോ അതിനല്ല, നീ ആ കണ്ണം കടച്ചിട്ട് കൈ നീട്ടിയേ. ശരി, കണ്ണടച്ചു, കൈ നീട്ടി. ഇന്നാ നീ ചോദിച്ച സാധനം. ഹായ്, മൊബൈൽ ഫോൺ. ഇതിന് ഹാൻഡ്സ് ഫ്രീ കിട്ടിയില്ലേ? പിന്നെ അതൊക്കെ കിട്ടി. ഇതല്ല, മറ്റേ ഹാൻഡ്സ് ഫ്രീ. ആ ഹാൻഡ്സ് കടക്കാരൻ ഫ്രീ ആയിട്ട് തന്നതാണ്. എന്റെ പോക്കറ്റും ഫ്രീ ആയി. വൈദ്യണ്ണ, നമ്മുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം. അത് നമ്മ തീരുമാനിച്ചു ഉറപ്പിച്ചതല്ലേ സരോജം? ഗോപ, ഞാനൊരു സർപ്രൈസ് കാണിച്ചേരട്ടെ. എന്താ? അങ്ങോട്ട് നോക്കി. വൈദ്യണ്ണ മര്യാദയ്ക്ക് ആഹാരം ഒന്നും കഴിക്കാറില്ലേ? ആകെ ക്ഷീണിച്ചു പോയി. എന്റെ കയ്യിൽ കിട്ടട്ടെ, ശരിയാക്കി തരാൻ ഞാൻ. ഓഹോ, അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നോ? അത് ശരി. ഇത്രയും നാൾ നമ്മുടെ മുമ്പിൽ കീരിയും പാമ്പും അഭിനയിക്കായിരുന്നല്ലേ? എന്താ പറയണെന്ന് നോക്കാം. വേണ്ട ഗോപ, താൻ പാടോ, ഇതൊക്കെ ഒരു രസമല്ലേ? കാറിന്റെ സൈഡിൽ നിന്ന് നീല ഷർട്ടിട്ട് പഞ്ചാരടിക്കുന്നവനാ. മനസ്സിലായല്ലോ? എന്ത് പറ്റി? തല തല്ലി പൊളിക്കണം. എന്റെ അല്ലടാ, അവന്റെ. ഓ, ഇനി അവൻ ആരും പറ്റിക്കരുത്. ചെല്ല്. സരോജം, വല്ലപ്പോഴും എന്റെ പിറന്നാളിന് എന്റെ ഡാഡി സ്വിറ്റ്സർലൻഡിൽ നിന്ന് അയച്ചിരുന്ന സ്വിസ് ബോക്സുകളായിരുന്നു എനിക്കെന്നും ആശ്വാസം. ഈ പന്നി കാരണം ഞാൻ തല്ലുകൊണ്ടതിന് കയ്യും കണക്കൂല. ഇങ്ങനെ വിഷമിക്കല്ലേ വൈദ്യണ്ണ. ഇനി ഞാനില്ലേ സ്വീറ്റ്സ് ഒക്കെ തിന്നു തീർക്കാൻ. നിന്നെയും സ്വന്തമാക്കി എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ ഗ്രാമത്തിലേക്ക് കുതിക്കണം. അതെവിടെയാ? സ്വിറ്റ്സർലൻഡ്. ഇതിന്റെ കവം എനിക്കറിയില്ല, കണ്ടിട്ട് സരോജത്തിന്റെ ആംഗ്ലയെന്ന് തോന്നണേ. പാപ്പോ അങ്ങനെ പോകട്ടെ. നോക്കി നിൽക്കാണ്ട് ഇവിടെ തലതല്ലി പൊളിക്കണം. എടാ പന്നിനെ പോലെ ഓടിച്ചിട്ട് പിടിക്കണ. എടാ നിക്കണം, നിന്നോടല്ലടാ. എടാ പണ്ടാരക്കാല എടാ എന്നിട്ട് ഓടിക്കണടാ. എടാ എനിക്ക് ആവത്തില്ലാത്താണ്. എന്റെ മുതലാളി, നീ എന്തെങ്കിലും കഴിച്ചിട്ടോ? എടാ ഓടാന്ന്. എടാ നിന്നോടല്ലാണ്, നിന്നോടാണ്. എന്താ മുതലാളി? ഓ ഇത് വാഴ കഴുതേ.
എന്താടാ? എന്നെ ഒന്നും ചെയ്യില്ല സാറേ, എന്നെ പഠിച്ചിട്ട് അവർ രക്ഷപ്പെട്ട് കളഞ്ഞതാ. അയ്യോ, ആളാകെ മാറിപ്പോയല്ലോ. സാഹചര്യങ്ങൾ മാറുമ്പോൾ വേഷഭൂഷാദികളും മാറണമല്ലോ. ഇനി ഈ കാണുന്നതെല്ലാം എനിക്കുള്ളതാണ്, സോറി നമുക്കുള്ളതാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഏതായാലും നന്നായിട്ടുണ്ട്. അഴുകിയ രാവണിലെ മമ്മൂട്ടിയെ പോലെ തന്നെ. അതെ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, വേണേ വന്ന് കഴിക്കാം. മിസ്റ്റർ സോനു, ജ്യൂസ് റെഡിയാണോ? ജ്യൂസ് അല്ലേ ഇപ്പൊ ഒന്ന് കുടിച്ച്? അത് ഗ്രേപ്പ് ജ്യൂസ് അല്ലേ? ഐ വാണ്ട് ആപ്പിൾ ജ്യൂസ്. എനിക്ക് 1000 കയ്യൊന്നുമില്ല. മട്ടൻ വാങ്ങി ഉണ്ടാക്കാൻ പറഞ്ഞു, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേണേ വന്ന് കഴിച്ചോ. ആഹാ, ഇന്നിവിടെ മട്ടൻ കറിയാ? എന്താ സംശയം? ഇനി മുതൽ ഇവിടെ മട്ടനും ചിക്കനും ഒഴുകി നടക്കും. അയ്യോ, മട്ടൻ കറി കഴിച്ചിട്ട് കൊറേ നാളായി. എന്നാ വാ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാൻ ഈ കവർ കൊണ്ടുവച്ചിട്ട് ഇപ്പൊ വരാം. ശരി. മിസ്റ്റർ സോനു, എന്താ? മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് കുറച്ച് ബഹുമാനത്തോടു കൂടി വേണം എന്നോട് സംസാരിക്കാൻ. എടോ പോടോ എന്ന് വിളിക്കുന്നതിന് പകരം നിർബന്ധമായി സാറെന്ന പദം പ്രയോഗിച്ചിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? എല്ലാം സാറ് പറഞ്ഞ പോലെ. പിന്നെ ഒരു കാര്യം എനിക്കും പറയാനുണ്ട്. പറയൂ. തൊഴിലാളികൾക്ക് ചെവി കൊടുക്കുന്ന ഒരു നീതിമാനായ മുതലാളിയായിരിക്കും ഞാൻ. എന്നെ എങ്ങാനും ഭരിക്കാൻ വന്നാ അടിച്ച് നിന്റെ ചെവിക്കല്ല് ഞാൻ തെറിപ്പിക്കും. ചെറുത്താന്റെ ഒരു പൈപ്പും ടൈയും മേലാലി വേഷത്തിലൂടെ കണ്ടുപോരുത്, മനസ്സിലായോ? എന്ത് ഞാൻ നന്നായിക്കോളാം. നന്നായ നിനക്ക് നന്ന്, മനസ്സിലായോ? കഴിക്കാൻ ഞാൻ റെഡി. നിങ്ങൾ രണ്ടുപേരും ഇരുന്നേ, ഇരുന്നേ. വാ, ഞാൻ വിളമ്പ് തരാം. ആഹാ, നീ ഇവിടെ ഇരിക്കുക. ഗോപ, ആ കുട്ടി ഇവിടെ ഉണ്ടായിരുന്നപ്പോ ഒരാട്ടും അനക്കൊക്കെ ഉണ്ടായിരുന്നു. അവള് പോയപ്പോ എന്തോ ഒരു വിഷമം പോലെ. എടാ, കുറച്ചു ദിവസം മുമ്പ് എനിക്കൊരാഗ്രഹം തോന്നി. ആ കുട്ടിയെ നിനക്ക് വേണ്ടി ഒന്ന് ആലോചിച്ചാലോ എന്ന്. ചോദിക്കാഞ്ഞു നന്നായി, അല്ലേ നാണം കെട്ടാൻ. അവരൊക്കെ വലിയ ആളുകളാ, നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? വാ, നമുക്കെന്തെങ്കിലും കഴിക്കാം. വേണ്ട, വിശപ്പില്ല. സത്യം പറഞ്ഞ എനിക്കും വിശപ്പില്ല. ഞാൻ പോയി കിടക്കട്ടെ. ഏയ്, ഉറങ്ങുന്നില്ലേ? കിടന്ന് ഉറങ്ങുന്നാരെ? മൂന്നുപേരും കൂടെ എങ്ങോട്ടാ? വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷമായി, പ്രത്യേകിച്ച് ഗോപന്. വേറൊരുത്തനുമായി കല്യാണം ഉറപ്പിച്ചു വെച്ചിട്ട് എന്തിനായിരുന്നു ആ പാവത്തിനെ വെറുതെ ആശിപ്പിച്ചത്? ആരെ ആശിപ്പിച്ചു? എനിക്ക് നിങ്ങൾ പറയണ മനസ്സിലാവണില്ല. അവക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന്. കാർഡ് കൊടുക്കാം, ഇഷ്ടമെന്ന് പറയാം, അതിന്റെ പുറകെ നടക്കുകയൊക്കെ ചെയ്തിട്ട് നിനക്കിപ്പോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലേ? ഞങ്ങളൊക്കെ വെറും പാവങ്ങളാ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ അതങ്ങ് വിശ്വസിക്കും. ഗോപൻ നിന്നെ വിശ്വസിച്ചു. ആദ്യമായിട്ട് അവനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചത്. നീ ആരെ വേണമെങ്കിലും കെട്ടി എങ്ങോട്ട് വേണമെങ്കിലും പൊയ്ക്കോ, പക്ഷെ അവന്റെ മനസ്സ് തോന്നുന്ന ശാപം ഉണ്ടല്ലോ, അത് നിന്റെ ജീവിതം മുഴുവൻ ഉണ്ടാവും. ഓർത്തോ? ആരായിരുന്നു അവര്? ഗോപന്റെ ഫ്രണ്ട്സാ. ഈ ഗോപൻ എങ്ങനെ? ഗോപൻ ഒരു പാവ, ക്വൈറ്റ് നാച്ചുറൽ. നമ്മള് നെസ്റ്റിലേക്കല്ലേ? അത് ഏട്ടൻ പോയാ മതി. എനിക്കെന്തോ തലവേദന പോലെ. ഏയ്, പോയേ പറ്റൂ. മാമോളെ, അവിടെ അരവിന്ദേട്ടനും മറ്റും കാത്തിരിക്കുന്നു. ഞാൻ വൈദ്യനാഥനോട് പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. ഈ കസ്തൂരി നിങ്ങളും തമ്മിലുള്ള ബന്ധം? എന്റെ പെങ്ങളല്ലേ?
നേരെ പെങ്ങളാണോ? അല്ല, കുറച്ച് വളരൊക്കെ ഉണ്ട്. എന്താ ചോദിക്കാൻ? അല്ല, വൈദ്യനാഥന്റെ അത്ര കളർ ഇല്ല കസ്തൂരിക്ക്, അതുകൊണ്ട് ചോദിച്ചു. അരവിന്ദേട്ടാന്ന് വിളിച്ച നാവുകൊണ്ട് തന്നെ ആരും അല്ല.